ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള ലെസണിൽ അടുത്തൊരു ഭാഗം നോക്കാം. വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചും ആ സ്റ്റോൺ ഏജിലെ 3 സ്റ്റേജസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. നല്ല ഈസി ടോപ്പിക്കാണ്. നമുക്ക് തുടങ്ങാം. ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ പ്രാചീന മനുഷ്യർ എവിടെയാണ് ജീവിച്ചത്? വനങ്ങളിൽ, അതായത് ഫോറസ്റ്റിൽ. ഓക്കെ, ദേ ലിവ്ഡ് ഗ്യാദറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അപ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചത്? അവർ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ശേഖരിക്കുകയും ഗ്യാദർ ചെയ്യുകയും മൃഗങ്ങളെ ഹണ്ട് ചെയ്തു. ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേട്ടയാടുകയും അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു. They used rough stones from their surroundings as weapons. അപ്പോൾ ആയുധങ്ങൾ തയ്യാറാക്കാൻ അവർ എന്താണ് ചെയ്തത്? അവരുടെ സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്ത് നിന്നും അല്ലെങ്കിൽ പരിസരത്ത് നിന്നും റഫായിട്ടുള്ള, അതായത് സ്മൂത്ത് അല്ലാത്ത ഒരുമാതിരി നമുക്ക് പറയാം കരട് മുരടായിട്ടുള്ള കല്ലുകളൊക്കെ ഉപയോഗിച്ചു. Since stones were used as weapons, this period is called the Stone Age. അതായത് കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചതിനാൽ ഈ ഒരു കാലഘട്ടത്തെ എന്ത് കാലഘട്ടമെന്ന് വിളിച്ചു? സ്റ്റോൺ ഏജ്, ശിലായുഗം എന്ന് വിളിച്ചു. Based on the development achieved over time in weapons and tools made of stones, the Stone Age can be divided into 3 stages. അതായത് മനുഷ്യൻ്റെ ഉപകരണങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളനുസരിച്ച് 3 ഘട്ടങ്ങളായി, 3 സ്റ്റേജസ് ആയിട്ട് സ്റ്റോൺ ഏജ് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഉള്ളതാണ് എന്ത്? പാലിയോളിത്തിക് ഏജ്. സെക്കൻഡ് മെസോളിത്തിക് ഏജ്. മൂന്നാമത് നിയോളിത്തിക് ഏജ്. ഓക്കെ, അപ്പം പ്രാചീന മനുഷ്യർ കല്ലുപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ച് ജീവിച്ച കാലമാണ് എന്ത്? സ്റ്റോൺ ഏജ്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റേജിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റേജ്, ഓക്കെ, പാലിയോളിത്തിക് ഏജ്. അതിന് വേറൊരു പേരുണ്ട്, ഓൾഡ് സ്റ്റോൺ ഏജ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, ഗ്യാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അപ്പം നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് പാലിയോളിത്തിക് കാലം, പാലിയോളിത്തിക് ഏജ് എന്നുള്ളത് സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ളതും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഫേസാണ്. ആദ്യത്തതും അതുപോലെ ഏറ്റവും നീണ്ടതുമായിട്ടുള്ളൊരു ഫേസാണ്. എങ്ങനെയുള്ള ആയുധങ്ങൾ അവരുപയോഗിച്ചത്? സ്മൂത്ത് അല്ലാത്ത റഫായിട്ടുള്ള കല്ലുകളാണ് അവരുപയോഗിച്ചത്. അതുപോലെ തന്നെ ഗ്യാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞത്, അതായത് പ്രാചീന മനുഷ്യർ അവരുടെ ഭക്ഷണത്തിനായി കാടുകളിൽ നിന്നും സസ്യങ്ങൾ, അതായത് പ്ലാന്റ്സ്, അതായത് എഡിബിൾ ആയിട്ടുള്ള, ഈറ്റബിൾ ആയിട്ടുള്ള, കഴിക്കാൻ ഒക്കുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകൾ, പഴങ്ങൾ, വേരുകൾ എന്നിവ ശേഖരിക്കുകയും ഗ്യാദർ ചെയ്യുകയും അതുപോലെ മൃഗങ്ങളെ വേട്ടയാടി ഹണ്ട് ചെയ്ത് ഭക്ഷിച്ചു. അടുത്ത സ്റ്റേജ് നോക്കാം. അതാണ് മെസോളിത്തിക് ഏജ്. മെസോളിത്തിക് ഏജിൽ നിന്നും അതിലും 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, യൂസ്ഡ് എഡിബിൾ എന്ന് വെച്ചാൽ ഈറ്റബിൾ, കഴിക്കാൻ ഒക്കുന്നത്, യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്, ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് ഫോർ ക്ലോത്തിങ്. അപ്പോൾ എന്താ പറയുന്നത്? മെസോലിത്തിക് കാലം ഈ പാലിയോളിത്തിക് കാലത്തിന് ശേഷമാണ് ഉണ്ടായത്. അത് സെക്കൻഡ് പാർട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് സ്റ്റേജാണ്. അപ്പോൾ ഈ കാലത്ത് മനുഷ്യർ ചെറിയതും നന്നായി രൂപപ്പെടുത്തിയ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. സ്മോളർ ഫൈൻ ടൂൾസ്, സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചു. അതായത് ആദ്യകാല മനുഷ്യർ മുമ്പ് ഉപയോഗിച്ചിരുന്ന വലുതും റഫായിട്ടുള്ള കല്ലുപകരണങ്ങൾക്ക് പകരമായി അവരെന്താ ഉപയോഗിച്ചത്? ചെറുതും കൃത്യമായി രൂപപ്പെടുത്തിയ കല്ലുപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഫസ്റ്റുള്ള ആ പാലിയോളിത്തിക് ഏജിൽ നിന്ന് കുറച്ച് അവർ ഇമ്പ്രൂവ് ആയി. ഇനി അവർ യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അപ്പോൾ അവർ ഭക്ഷ്യയോഗ്യമായ, കഴിക്കാൻ പറ്റുന്ന പുല്ലുകളും മീനുകൾ ആഹാരമായി ഉപയോഗിച്ചു. കൂടാതെ മൃഗത്തിൻ്റെ തോലുകളും മരത്തിൻ്റെ തൊലിയും മരത്തിൻ്റെ ഇലയും അതുപോലെ ഈ വസ്ത്രമായി അവർ ഉപയോഗിച്ചു. ഇനി അടുത്ത സ്റ്റേജാണ് നിയോളിത്തിക് ഏജ്. ഓക്കെ, യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതുപോലെ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അപ്പോൾ എന്താ പറയുന്നത്? മനുഷ്യർ കല്ലുപയോഗിച്ച് മിനുസമുള്ള, അത് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള മിനുസമുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു. അതായത് മനുഷ്യർ അതുപോലെ അത് കഴിഞ്ഞ് അടുത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? അവർ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും ആരംഭിച്ചു. ഇതിൽ മൃഗങ്ങളെ വളർത്തുന്ന കാര്യം കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്തതാണ്. ഓക്കെ, മൃഗങ്ങളെ വളർത്താൻ ആരംഭിച്ചു. അതുപോലെ ചക്രം കണ്ടുപിടിച്ചു. അതുപോലെ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ചക്രം കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ
ചക്രം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു വട്ടത്തിലുള്ള ഉപകരണമാണ്. ഓക്കെ, അത് കണ്ടെത്തുകയും അതുപോലെ തന്നെ അവർ ഈ കളിമൺ പാത്രങ്ങൾ, അതായത് നമുക്ക് പറയാം കുടം, പാത്രം, കിണ്ണം, അത് മുതലായവ നിർമ്മിച്ച് ഭക്ഷണം പാകം ചെയ്ത് അവർ സൂക്ഷിച്ചു. അങ്ങനെ ഈ ഒരു സ്റ്റേജ് കുറച്ചുകൂടെ ഡെവലപ്പായി. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭീംബെട്ക. ഓക്കെ, ഭീംബെട്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് വാസ് ഇൻഹാബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. അപ്പം ഈ ഭീംബെട്ക എന്നത് ഇന്ത്യയിലെ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാറ കവാടമാണ്. അതായത് സ്റ്റോൺ ഏജ് കാലത്തെ മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലം. ഓക്കെ, ഭീംബെട്ക ഇൻ മധ്യപ്രദേശ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് വാസ് ഇൻഹാബിറ്റഡ് ബൈ ആരാണ്? സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. The paintings inside the cave tell us about the varied ways of life of ancient humans. അപ്പം എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടത്? ഈ ഗുഹക്കുള്ളിലെ ചിത്രങ്ങൾ പുരാതന മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. അത് ചിത്രങ്ങളിൽ എന്താണുള്ളത്? വേട്ടയാടലിൻ്റെ ചിത്രമുണ്ട്, നൃത്തമുണ്ട്, മൃഗങ്ങളുണ്ട്, ആചാരങ്ങൾ എന്നിവ ചിത്രങ്ങളായി അവിടെ വരച്ചിരിക്കുന്നു. The paintings inside the cave tells us about the varied ways of life of ancient humans. These cave paintings are also a proof of their communication. അപ്പം ഇതിലൂടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? പുരാതന മനുഷ്യരുടെ ആശയവിനിമയ രീതികൾ, കമ്മ്യൂണിക്കേഷൻസും ജീവിത ശൈലികളും മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭീംബെട്ക ഒരു പുരാതന കലാ ഗ്യാലറിയാണെന്ന് തന്നെ നമുക്ക് പറയാം. സ്റ്റോൺ ഏജ് കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്ന രീതി പറഞ്ഞു തരുന്ന വിലപ്പെട്ട ഒരു സ്മാരകമാണ് ഈ ഭീംബെട്ക. ഓക്കെ, അപ്പം എന്താ അർത്ഥമാക്കുന്ന ഈ ഗുഹ ചിത്രങ്ങൾ പുരാതന കാലത്ത് മനുഷ്യർ ചിത്രങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും തമ്മിൽ ആശയവിനിമയങ്ങൾ, ഐഡിയാസ്, ആശയങ്ങൾ പങ്കുവച്ചിരുന്നതായി തെളിയിക്കുന്നു എന്നതാണ്. അതായത് ആളുകൾ അന്ന് ഒരു ആശയവിനിമയ മാർഗം ഉണ്ടായിരുന്നു അവർക്ക് എന്ന് വ്യക്തമാക്കുന്നു നമുക്ക്. ഇനി അതുപോലെ നിങ്ങളുടെ അടുത്ത പേജിലായിട്ട്, ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പേജിലായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കാൻ വേണ്ടി, ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പോയിൻറ്റ്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലിയോളിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്, മിഡിൽ സ്റ്റോൺ ഏജ് ആണ് നമ്മുടെ മെസോളിത്തിക് ഏജ്. അതുപോലെ നിയോളിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സ്റ്റോൺ ഏജ്. ഓക്കെ, അപ്പോൾ പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്സ്ട്രാ എന്തെങ്കിലും ഒരു പോയിൻറ്റ്സിനകത്ത് കാണും. ഹ്യൂമൻസ് യൂസ്ഡ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, നമ്മളത് ഡിസ്കസ് ചെയ്തു. ദേ വർ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്, അവർ ഹണ്ടേഴ്സ് വേട്ടയാടുന്നവരും അതുപോലെ ഗ്യാദറേഴ്സ് നമ്മൾ കണ്ടായിരുന്നു ശേഖരിക്കുന്ന ഫുഡുകളൊക്കെ ശേഖരിക്കുന്നില്ലേ, എന്നതാണ് ഗ്രാസും അതുപോലെ വേരുകളൊക്കെ ശേഖരിക്കുന്ന നമ്മൾ പഠിച്ചു. ലിവ്ഡ് ഇൻ കേവ്സ് ഓർ ഓപ്പൺ ഏരിയാസ്, അവർ എവിടെയാണ് ജീവിച്ചത്? ഗുഹകളിലും കുറച്ച് തുറസായ സ്ഥലങ്ങളിലുമാണ് ജീവിച്ചത്. അതുപോലെ ഡിസ്കവേർഡ് ദ യൂസ് ഓഫ് ഫയർ, അപ്പം അവരാണ് ഈ തീ ഉപയോഗം കണ്ടെത്തിയത്, ഈ പാലിയോളിത്തിക് പീരീഡിലുള്ള ആളുകൾ. ഇനി അടുത്ത് മിഡിൽ സ്റ്റോൺ ഏജ് നോക്കിക്കേ. ഹ്യൂമൻസ് യൂസ്ഡ് സ്മോൾ ഷാർപ്പ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അവരെ മൈക്രോലിറ്റ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ചെറുതും മൂർച്ചയുള്ളതും മിനുസമുള്ളതുമായ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിരുന്നവരാണ്. അതുപോലെ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ്, മൃഗങ്ങളെ വളർത്തി തുടങ്ങി അവർ. പ്രാക്ടീസ്ഡ് ഫിഷിംഗ്, മീൻ പിടുത്തമൊക്കെ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ഹണ്ടഡ് സ്മോളർ ആനിമൽസ്, അപ്പോൾ ചെറിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി. സെറ്റിൽഡ് നിയർ റിവർ ബാങ്ക്സ്, അവരെവിടെയാണ് സെറ്റിലായത്, താമസിക്കാൻ തുടങ്ങിയത്? നദീതടങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലില്ലാത്ത കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ആഡഡ് ആണ്. ഇനി നിയോളിത്തിക് പീരീഡ് നോക്കിയാൽ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയും. അപ്പം ഹ്യൂമൻസ് യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, മിനുസമുള്ള സ്റ്റോൺ ടൂൾസൊക്കെ വെപ്പൺസും യൂസ് ചെയ്തു. സ്റ്റാർട്ടഡ് ഫാമിംഗ് ആൻഡ് ഗ്രോയിങ് ക്രോപ്സ്, അതായത് കൃഷിയും വിളവെടുപ്പും ഒക്കെ അവർ തുടങ്ങി. അപ്പോൾ അവർ ബാക്കിയുള്ള സ്റ്റേജിൽ നിന്ന് അവർ നിറയെ ഇമ്പ്രൂവായി, പുരോഗമിച്ചു. ലിവ്ഡ് ഇൻ പെർമനൻറ്റ് ഹൗസസ്, അപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി വീടുകളിൽ. ക്രിയേറ്റഡ് പോട്ടറി ഫോർ സ്റ്റോറേജ് ആൻഡ് കുക്കിംഗ്, പാത്രങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം സൂക്ഷിക്കുകയും പാചകം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്റ്റോൺ ഏജിനെ കുറിച്ച് പഠിച്ചു, സ്റ്റോൺ ഏജിൻ്റെ 3 സ്റ്റേജസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ ഭീംബെട്ക എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇന്ന് നല്ലവണ്ണം ഈ ടെക്സ്റ്റ് ബുക്ക് ഈ പോർഷൻസ് റീഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ച പോർഷൻസൂടെ ഒരു നേരം റീഡ് ചെയ്ത് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. കൊച്ചു പിള്ളേരെ